എല്ലാവർക്കും നാടൻ രുചികളിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ, കുറച്ച് നേന്ത്രപ്പഴം ഇവിടെ ഇരുന്നത് നന്നായിട്ട് കറുത്തുപോയി. ശരിക്കും ഇനി അത് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് ഒരു നേന്ത്രപ്പഴം പായസം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ നേന്ത്രപ്പഴം ഒന്ന് നുറുക്കിയെടുക്കാം. ഇതാ നമ്മുടെ പഴം അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഏകദേശം 1 കിലോ ഉണ്ട് ഈ പഴം. ഇത് ഒരുണ്ട ശർക്കര, ഇത് 350 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ സാധാരണ ഇത് പൊട്ടിച്ച് അതിൽ വെള്ളം ഒഴിച്ച പാനിയാക്കുന്നത്. അപ്പം ഞാനിതൊന്ന് പൊട്ടിച്ചുകൊണ്ട് വരാവേ. ശർക്കര പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചെയ്യുവാനുള്ള ഒരു മടി കൊണ്ടാണ്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഇത് പാനിയാക്കാൻ വെക്കാവേ. നമ്മൾ ശർക്കരപ്പാനി റെഡിയാക്കിയേ. ഇനി നമുക്ക് ഉരുളി അടുപ്പേ വെച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുക്കാം. ആദ്യം നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇപ്പം നമ്മുടെ ഉരുളിയിലെ നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്ത് ആദ്യം മുന്തിരിങ്ങ വറുത്ത് പോരാം. നമ്മുടെ മുന്തിരിങ്ങ മൂത്തിട്ടുണ്ട്. നമുക്കത് മാറ്റിയിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടെടുത്ത് അത് വറുത്ത് കോരിയെടുക്കാം. അണ്ടിപ്പരിപ്പിട്ട് അതും നമുക്ക് വറുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഞാൻ ഈ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. നമുക്ക് വലിയ കഷ്ണങ്ങൾ വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഏത്തയ്ക്ക നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുവാണ്. ഉരുളിയിലോട്ട് നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് പയ്യെ ഒന്ന് മൂടി വെക്കാം. ഇത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടട്ടെ. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ അടി പിടിക്കും. നമുക്കിത് നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടണം. നല്ല ഉടനെ അതുകൊണ്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇത് വെള്ളം വറ്റി നല്ല രീതിയിലൊന്ന് വേകട്ടെ. നമുക്കിതൊന്ന് മൂടി വെക്കാം. നമ്മുടെ പഴം നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കതിനും കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അധികം അങ്ങനെ കഷ്ണമായിട്ട് വേണ്ട, ചെറുതായിട്ടൊന്ന് ഉടഞ്ഞോട്ടെ. നമ്മൾ ഇതിൻ്റെ അകത്തൊരു ശകലം നെയ്യും കൂടെ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ഇളക്കി അതിനെ ഒന്ന് വറ്റിക്കുവാണ്. കുറച്ച് നമുക്ക് ഇതിൻ്റെ അകത്തൊരു നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുക. അത് നല്ലൊരു രുചി കിട്ടാനും നല്ലതാണ്. പിന്നെ നമ്മുടെ ശർക്കര ഇച്ചിരി പോരായികയായിരുന്നു തോന്നുന്നു അതിന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ നമ്മൾ ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അത് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുക. അത് നല്ലൊരു രുചി കിട്ടാനും നല്ലതാണ്. പിന്നെ നമ്മുടെ ശർക്കര ഇച്ചിരി പോരായികയായിരുന്നു തോന്നുന്നു അതിന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ നമ്മൾ ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അത് നമ്മുടെ പഴം നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്തോട്ട് 2ാം പാൽ ഒഴിക്കാം. ഇത് ഏകദേശം ഒരു 5 കപ്പ് പാലുണ്ട്. 2ാം പാൽ നമുക്കിത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഒഴിച്ച് നമ്മൾ ഇളക്കി കൊടുക്കുവാണ്. നമുക്ക് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി നമുക്കൊന്ന് കുറുക്കി എടുക്കണേ. ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്കാപ്പൊടി ചേർക്കാം, ചുക്കുപൊടി, ജീരകപ്പൊടി ഒക്കെ ചേർക്കാം. എനിക്ക് അത് രണ്ടും ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഏലക്കാപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ചുക്കുപൊടിയും ജീരകപ്പൊടിയും ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. രുചി ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടി ഒരു നുള്ളി ഉപ്പിട്ടേ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് 1ാം പാൽ ഒഴിക്കാൻ സമയമായിട്ടുണ്ട്. 2.5 കപ്പ് 1ാം പാലുണ്ട്. നമുക്ക് ഒഴിക്കാം.
നമുക്ക് പയ്യെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും വാങ്ങാം. നല്ലപോലെ ഒന്ന് ചൂടായാൽ മതി. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളും കൂടെ അതിനകത്തോട്ട് ചേർക്കാം. എന്നിട്ട് നമുക്ക് വാങ്ങാം. നമ്മുടെ നേന്ത്രപ്പഴം പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ലതാണ്.